ഔപചാരികളൊന്നും ഇല്ലാതെ ഇന്ത്യ പ്രസ് ക്ലബ്ബ് നോർത്ത് ടെക്സസിന്റെ 2022-2023 കാലയളവിലെ പ്രവർത്തന ഉദ്ഘാടനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സഹൃദയം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഡാളസിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് വളരെ കരുത്തുറ്റ അനേക മാധ്യമ പ്രവർത്തനമുള്ള ഒരു സിറ്റിയാണ്. മറ്റുള്ള ഒരു അമേരിക്കയിലെ ഒരു സിറ്റിക്കും അത് അങ്ങനെ അഭിമാനിക്കാനോ അങ്ങനെ പേരെടുക്കാനോ കഴിയാത്ത വിധത്തിലുള്ള ഒരു കരുത്തുറ്റ നേതാക്കന്മാരാണ് നമുക്ക് ഡാളസിലുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ നോർത്ത് ടെക്സസ് ഏരിയയിലുള്ളത്. അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകരുടെ ഒരു സംഘടനയായിട്ട് നമുക്ക് കൂടി വരുവാനും നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും സമൂഹത്തിന്റെ, അതായത് മാധ്യമങ്ങൾ തന്നെ നിലനിൽക്കുന്നത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ആ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സംഘടനയായി തീരുവാൻ നമുക്ക് കഴിഞ്ഞതിൽ അതിലൊരു ഭാഗമായി തീരാൻ കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും അഭിമാനം കൊള്ളുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമയം അല്പം അതിക്രമിച്ചുകൊണ്ട് ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ ഇങ്ങനെ വിളിച്ചു കൂട്ടുവാനും ഇതിന്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഈ സംഘടനയുടെ പ്രവർത്തന ഉദ്ഘാടനമാണ്. അപ്പോൾ ഈ സംഘടനയ്ക്ക് ഈ 2022-2023 വർഷത്തെ കരുത്തുറ്റ സാരഥ്യം വഹിക്കാനായിട്ട് പ്രസിഡന്റായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത് മിസ്റ്റർ സിജുവി ജോർജ്. അദ്ദേഹം ഡാളസിൽ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് പല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള ലിറ്റററി അസോസിയേഷന്റെയും അതുപോലെ ലാനയുടെയും ഒക്കെ പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിച്ച് ഇപ്പോൾ നമ്മുടെ ഈ സംഘടനയുടെ സാന്നിധ്യം വഹിക്കുന്നു. പ്രത്യേകത എന്റെ വ്യക്തിപരമായ പേരിലും സംഘടനയുടെ പേരിലും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത് വളരെ നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വ്യക്തിത്വമാണ് സജി ജോർജ് അവർക്കൽ. മലയാള സമൂഹത്തിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡാളസ് ഏരിയയിൽ നമുക്കൊക്കെ അഭിമാനം കൊള്ളാവുന്ന ഒരു വ്യക്തിത്വമാണ്. നമ്മൾ പലരും രാഷ്ട്രീയ അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് കടന്നു വരാതിരിക്കുന്ന ഒരു കാലത്ത് സിറ്റി ഓഫ് സണ്ണിവിൽ ടൗണിന്റെ മേയറായിട്ട് കഴിഞ്ഞ അനേക വർഷങ്ങൾ കൊണ്ട് സുദീർഘമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ നമുക്ക് ഈ അവസരത്തിൽ കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആ സിറ്റിയിലെ താമസിക്കുന്ന അനേക വ്യക്തികൾക്ക് ഒരു അനുഗ്രഹമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആയിട്ടുണ്ട്. അതിലും ഒരു മലയാളി എന്ന നിലയിൽ, ഒരു മാധ്യമ പ്രവർത്തന എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ മീറ്റിംഗിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് ഇനാഗുറൽ അഡ്രസ് തരുവാന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകമായി ക്ഷണിച്ചിരുന്നത് ശ്രീ എബ്രഹാം തോമസ് അവരുടെ ആയിരുന്നു. ഒരു സീനിയർ മാധ്യമ പ്രവർത്തന എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും വളരെ മാർഗനിർദ്ദേശം നൽകിയുള്ള അദ്ദേഹത്തിന് ശാരീരികമായ അല്പം പ്രയാസമുള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് വരാൻ കഴിയാതിരിക്കുന്നതിൽ ആ കാര്യത്തിൽ നമ്മൾ അദ്ദേഹത്തിന് ആ എക്സ്റ്റെന്റ്, നമ്മുടെ ഇൻവിറ്റേഷൻ എക്സ്റ്റെന്റ് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. വരാൻ കഴിയാത്ത അദ്ദേഹം ഖേദിക്കുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തോട് നന്ദിയും സ്വാഗതവും ഞാൻ അറിയിക്കുകയാണ്. അടുത്തത് നമ്മുടെ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡാളസിൽ ഏറ്റവും അധികം മാധ്യമപ്രവർത്തകരുണ്ട്, നാഷണൽ ലെവലിൽ പ്രവർത്തിച്ച അംഗങ്ങളുണ്ട്. നമ്മുടെ ഈ സംഘടനയ്ക്ക് ഇപ്പോൾ അഡ്വൈസറി ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ ബിജ്ലി ജോർജ് അദ്ദേഹം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് അനേക രീതിയിൽ അനേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സേവനങ്ങളെ നമ്മൾ ഇപ്പോൾ ഈ തരുണത്തിൽ ഓർക്കുകയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. അതുപോലെ ഇനി പേര് പറയാനായിട്ട് നമുക്ക് അനേക വ്യക്തികളുണ്ട്. ഇന്നത്തെ ഈ മീറ്റിംഗിന് MC ആയിട്ട് സേവനമനുഷ്ഠിച്ച ഡോക്ടർ അഞ്ജു ബിജ്ലി ജോർജ് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാധ്യമ പ്രവർത്തന രംഗത്ത്, പ്രത്യേകിച്ച് സെക്യുലർ മാധ്യമ രംഗത്തായാലും റിലീജിയസ് മാധ്യമ പ്രവർത്തന രംഗത്തായാലും അനേക മാധ്യമ പ്രവർത്തകർ നമ്മുടെ ഇവിടെയുണ്ട്. ഇന്നത്തെ ഈ മീറ്റിംഗിന് അവരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന അവരുടെ എല്ലാ വ്യക്തികളെയും, മഹൽ വ്യക്തികളെയും ഞാൻ അവസരത്തിൽ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ശ്രീ സണ്ണി മാളിയേക്കൽ ഏഷ്യാനെറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് അമേരിക്കയിൽ വളരെ വ്യക്തമായി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുകയും ഒപ്പം നമ്മുടെ സംഘടനയെ സ്നേഹിച്ച് നമ്മുടെ ലോക്കൽ പ്രവർത്തനത്തെ സ്നേഹിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ ഇതിനും നന്ദി പറയുന്നതോടൊപ്പം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ ഫ്ലവേഴ്സ് TV USA MP ആയിട്ട് പ്രവർത്തിക്കുന്ന TC ചാക്കോ സാർ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാധ്യമ പ്രവർത്തന രംഗത്ത്, പത്രപ്രവർത്തന രംഗത്ത് ഏറ്റവും അധികം നമ്മൾ വാർത്തകൾ വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ പി ചെറിയാൻ സാറ്. നമുക്ക് വേണ്ടിയിട്ട് എല്ലാ നിർദ്ദേശങ്ങളും തക്ക സമയത്ത് നൽകി തരികയും നമുക്ക് വേണ്ടിയുള്ള വാർത്തകൾ പുറം ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ മനസ്സിനെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സംഘടനയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മളോട് സംസാരിക്കുന്ന നമുക്ക് വേണ്ടിയുള്ള ഉത്തേജനങ്ങൾ വേണ്ടിയിട്ടും അനേക സംഘടനകളുടെ നേതാക്കന്മാരുടെ കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹരിദാസ് തകപ്പൻ,
നമ്മുടെ കേരള അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നു. താങ്കളെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കേരള ലിറ്റററി അസോസിയേഷന്റെ സൊസൈറ്റിയുടെ പ്രസിഡന്റായ അനുഭവ് സാം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തപ്പോൾ നമ്മളോട് അല്പസമയത്തിന് ശേഷം അഭിസംബോധന സംസാരിക്കുന്നതായിരിക്കും. ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട ഈ സംഘടനയുടെ ട്രഷററായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ ബെന്നി ജോൺ, അസോസിയേറ്റ് ജോയിന്റ് ട്രഷറർ പ്രവർത്തിക്കുന്ന പ്രസാദ് യാടിക്കൽ, അതുപോലെ നമ്മുടെ ജോയിന്റ് സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ മീനു എലിസബത്ത് കുടുംബമായിട്ട് കടന്നിട്ടുണ്ട്. അവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ പ്രദേശത്ത് വളരെ സുപരിചിത അല്ലെങ്കിൽ കൂടി ഒരു വർഷത്തിനകം ഇങ്ങോട്ട് മൂവ് ചെയ്ത് അർക്കൻസാസിൽ നിന്ന് മൂവ് ചെയ്ത് നമ്മുടെ പ്രവർത്തകരെ സ്നേഹിച്ച് കടന്നിരിക്കുന്ന സ്നേഹിതരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ എല്ലാവരുടെയും അഗേതമായ സഹകരണം ഞാൻ അകമഴിഞ്ഞ സഹകരണം ഞാൻ ചോദിക്കുകയാണ്. നമുക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കടന്നുപോകുന്നുണ്ട്. അതിലൂടെ എല്ലാവരും തുടർന്നും ഈ സംഘടനകൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. നമുക്ക് ഈ നോർത്ത് സെൻസസ് ഇന്ത്യ പ്രസ് ക്ലബ് ഒരു സമൂഹത്തിന് നന്മയായി തീരുവാൻ ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യം വരുന്നു. Thank you, Mr. Samyati, for that warm welcome. Now I invite Mr. George for presidential address. മാന്യ സദസ്സ് നമസ്കാരം. വേദിയിലായിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, വിശേഷാൽ സണ്ണി മേയർ ശ്രീ സജി ജോർജ്, ഇന്ത്യ പ്രസ് ക്ലബ് നോട്ടീസസിന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ വിജി ജോർജ്, സദസ്സിലായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. വളരെ സന്തോഷത്തോടും അഭിമാനത്തിനും കൂടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഇന്ത്യ പ്രസ് ക്ലബ് നോട്ടീസസ് എന്ന മാധ്യമ സംഘടനയുടെ 2022-23 പ്രവർത്തന വർഷത്തെ സാരഥ്യം വഹിക്കുവാൻ നിങ്ങൾ ലഭിച്ച ഉത്തരവാദിത്വം, അതിന്റെ ഉത്തരവാദിത്വത്തിന്റെ എല്ലാ ഉത്തരവാദിത്തോടും കൂടിയും നിർവഹിക്കുവാൻ ഞങ്ങളുടെ ടീമിൽ ഏൽപ്പിച്ച വിശ്വാസത്തിന് ആദ്യമായി നന്ദി പറയുകയാണ്. ആദ്യമായി ഞാൻ ടീമിനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രസിഡന്റായി എന്നോടൊപ്പം ഞാൻ പ്രവർത്തിക്കുന്നു. എന്നോടൊപ്പം വൈസ് പ്രസിഡന്റായി അഞ്ജു ബിജ്ലി, സെക്രട്ടറിയായി സാം മാത്യു, ജോയിന്റ് സെക്രട്ടറിയായി മീനു എലിസബത്ത്, ട്രഷററായി ബെന്നി ജോൺ, ജോയിന്റ് ട്രഷററായി പ്രസാദ് എന്നിവർ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ അഡ്വൈസറി ബോർഡ് നമ്മുടെ പ്രിയ സണ്ണി മാളിയേക്കർ സാറ്, പി ചെറിയാൻ സാറ്, ടി ചാക്കോ സാറ്, പിന്നീട് മറ്റ് ചില വ്യക്തികളുണ്ട്, അവർ വന്നിട്ടില്ല. അതുപോലെ തന്നെ അഡ്വൈസറി ചെയർമാനായി ബിജിലി ജോർജ് എന്നിവരും പ്രവർത്തിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ നമ്മുടെ മേയർ സജി ജോർജുമായിട്ട് വേദി പങ്കിടുന്നത്. ചിന്തിക്കുമായിരുന്നു, വേദി നിന്നപ്പോൾ ഞങ്ങളുടെ 3 പേരുടെ ലാസ്റ്റ് നെയിം സെയിം ആണ്. ബിജിലി ജോർജ്, സജി ജോർജ്, സിജു ജോർജ്. ഞങ്ങളുടെ ബന്ധക്കാരല്ല. ഞങ്ങളുടെ ഒരു വന്നപ്പോൾ ഒരു കാര്യം പറ്റി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. മാധ്യമ പ്രവർത്തകരിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു ചുമതലയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള മാധ്യമ പ്രവർത്തനങ്ങളുണ്ട്. പ്രിന്റ് മീഡിയ വഴിയുള്ള മാധ്യമ പ്രവർത്തനം, അതുപോലെ തന്നെ വിഷ്വൽ മീഡിയ, TV അല്ലെങ്കിൽ മറ്റ് വിഷ്വൽ മീഡിയ വഴിയുള്ള മാധ്യമ പ്രവർത്തനം, പുതുതായിട്ട് സോഷ്യൽ മീഡിയ. നമ്മുടെ കഴിഞ്ഞ 15-20 വർഷമായി സോഷ്യൽ മീഡിയ വളരെയധികം ആക്ടിവിറ്റീസ് ഉള്ള ഒരു മീഡിയയാണ്. അപ്പോൾ പ്രിന്റ് മീഡിയ, വിഷ്വൽ മീഡിയ, സോഷ്യൽ മീഡിയ, ഈ 3 മേഖലകളിലും വളരെ പ്രഗത്ഭരും പ്രശസ്തമായ വ്യക്തികൾ ഡാളസിലുണ്ട്. നമ്മുടെ ഈ സംഘടന മൂലം അനവധി കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. വിശേഷാൽ പ്രസ് മീറ്റുകൾ, മാധ്യമ സെമിനാറുകൾ, അങ്ങനെ അനവധി കാര്യങ്ങൾ ചെയ്യുവാൻ ഈ പുതിയ പ്രവർത്തന സമിതി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എവിടെയും സഹായ സഹകരണങ്ങളും എല്ലാ വിധമായ പിന്തുണയും അത്യാവശ്യമാണ്. അത് ഞാനിപ്പോൾ ചോദിക്കുകയാണ്. ഞങ്ങൾ 2022-23 ഒരു കമ്പ പരിപാടി ആവിഷ്കരിക്കുന്നുണ്ട്. അത് പ്രകാരം എല്ലാ ക്വാർട്ടറിലും എല്ലാ 3 മാസം കൂടുമ്പോഴും ഒരു പൊതുപരിപാടി അറേഞ്ച് ചെയ്യുവാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഒരിക്കൽ കൂടി കടന്നത് എല്ലാവർക്കും ഞാൻ നേരത്തെ സാമാക്ക് സ്വാഗതം പറഞ്ഞ് തന്നെ എന്റെ വ്യക്തിപരമായ സ്വാഗതങ്ങൾ അറിയിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് ഈ പട്ടണത്തിൽ അനവധി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അതിന് നമ്മുടെ എവിടെയും കൂട്ടായ അധ്വാനവും കൂട്ടായ സഹകരണവും അത്യാവശ്യമാണ്.
അതുപോലെ തന്നെ പുതിയ പുതിയ മാധ്യമ പ്രവർത്തകരെ നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമാണ്. നമുക്ക് ഈ സംഘടന മൂലം എന്തൊക്കെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും? നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി മാത്രം ഒതുങ്ങി നിൽക്കാതെ അമേരിക്കൻ കമ്മ്യൂണിറ്റിയിലും അല്ലെങ്കിൽ അമേരിക്കൻ ന്യൂസ് ചാനലുകളിലും ഒക്കെ നമ്മുടെ സജീവ സാന്നിധ്യം വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം നമ്മൾ 30 വർഷം മുമ്പ് അല്ലെങ്കിൽ 40 വർഷം മുമ്പ് ചെറിയ കൂട്ടമായിരുന്ന ഒരു മലയാളി സമൂഹം ഇന്ന് വളരെയധികം വളർന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ അനവധി വ്യക്തികൾ ഇപ്പോൾ അമേരിക്കൻ മീഡിയയിലുണ്ട്. ജോബിൻ പണിക്കർ, അങ്ങനെ പല ആൾക്കാരും അവരുണ്ട്. അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രസ്ഥാനം വിപുലമായി മുമ്പോട്ട് കൊണ്ടുപോകണം. അവിടെ എല്ലാവരും സഹകരണ ഒതുക്കോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിനെ പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരാമം വിടുന്നു. നന്ദി, നമസ്കാരം. Thank you, Mr. C.J. George. Now I invite our Chief Guest, Mr. Sajid George, Mayor, Sunnyvale City, for the inaugural. With your permission, I'm going to sit down. That is okay with you? This group is very small. First of all, I want to thank Mr. Siju, Anju, Vijali, Cheriachan. I promised to Cherian, I should say, Haddas, Tangapan, Sunny Kejon, Sunny, Benny, Mr. Chako, and everybody here, Shaji, Anupama, Prasad, you know everybody I know. My friend from Arkansas. And Mr. Abraham Thomas. When I stood for election back in 2010 for the first time, Mr. Abraham Thomas was a huge supporter of me at that time, also along with Sunny. They were very instrumental along with Cheriachan in promoting the candidacy and support you, and appreciate the India Press Club all along the way for their support. And I want to thank each one of you for inviting me to this year's India Press Club of North Texas public meeting. I would like to applaud each one of the members of the press and media for what you are doing in our community to preserve and protect the ideal of a free press. It's an important work that you do. In the American Constitution, as you know, freedom of the press is one of the 5 freedoms guaranteed by the First Amendment. It is held at the same level of importance as the other 4 freedoms outlined in the First Amendment. Freedom of religion, freedom of speech, the right to assembly, and the right to petition to the government. The First Amendment's connection to freedom of speech and freedom of the press is significant. Free speech and a free press together allow people to obtain information from a wide range of sources that are not dictated or restricted by the government, so that they can make decisions, develop opinions, and communicate their views to the government. Together, free speech and free press are essential to the public's ability to become informed and to actively participate in the democracy. In the United States, the term fourth estate is sometimes used to place the press along the 3 branches of the government: the legislative branch, the executive branch, and the judicial branch. The fourth estate refers to the watchdog roles of the press, one that is important to a functioning democracy. As a mayor of a local municipal government, I can tell you that the media plays an important role in helping to inform our citizenry. In my case, it's the social media, not so much the print media. Media also holds us, elected officials, accountable. Again, as you all know, there's so much distrust that currently exists between political leadership, regardless of which party you support, and the press of the United States. There's an even greater need for us to be independent. The prime example of this distrust is what is currently playing out in this nation. There's so much distrust between authorities and the citizens they have authority over. I'm referring to the police officers to the regular citizens. There is distrust between the government, president, Congress, etc. At the national level, in my opinion, Congress is flat out failing to legislate. Whether it's passing common sense gun control, whether it's immigration reform, appropriate taxation, how you tackle inflation, or preventing the rampant crime across various large cities. Which news media can we say is honest in their reporting and holding of elected officials accountable? When I want to know what is the latest happening in the Ukraine war, which news media can I look up? Which can I read up? So I look up the
UK media, Guardian, that's a newspaper out of UK. Again, I'm not saying that's accurate, I'm not saying that is always honest in reporting. If you read Guardian newspaper, at the very bottom of their article, they always have a statement that says, the truth, they say, is the first casualty of war. And there are lots of details in between. I just took some extracts from that. Free from commercial or political influence, we can report fearlessly on global events and challenges and challenge those in power. This is what the Guardian says. We believe everyone deserves equal access to accurate news. I don't know if Guardian reports truth all the time. I just don't know that. But I like that assertion. We believe everyone deserves equal access to accurate news. In my opinion, providing this accurate news is the role of it. And some of you know I'm an engineer by profession, so looking at this from a perspective, a technical perspective, right? You all own a 4K TV, 4,000 pixels, right? When you say 4K TV, what we're saying is that the pictures we see and enjoy on the TV is made up of 4,000 pixels. That is 4,000 different pixels when put together provide the TV viewers with a clear and wholesome pictures. Now think about the other side. Let's say if our TV only had one pixel. The picture will be very poor quality and your experience not very enjoyable. Similarly, when trust and media takes up one perspective, regardless that's your opinion, regardless that belongs to a political party you support, or a religion, or a group, regardless what decision you take, one perspective, the reader's perspective will be very incomplete. I know looking at and analyzing multiple perspectives is hard for a report, I get that. It's much easier and tempting to go with the reporting that increase the readership. I was in a national conference, I want to say 2 years back in New Jersey. They talk about some of the challenges they are facing. They look at the survey and figure out how many people are reading my newspaper, how many articles, if not they pivot, right? And they told in that meeting that it's so hard for them to be honest, independent reporting. Because without the readership, the volume, the throughput, or the flow, news media will not be profitable. And became survivability became a question. But that's not what the citizens like me do. So a few years back, I met the first African American female to win a medal in wind rolling. As you know, African Americans not necessarily compete in the wind rolling. That's more of the Caucasian or the Oriental Asian type of competition. But this lady, this is 3 years back in the Texas Municipal League. Texas Municipal League is the league of all the electoral officials of Texas. So there was a state conference. Her name is Miss Bonnie St. John. She spoke at the state conference. She told her story and the choices she made to be effective. Her right foot was amputated when she was a little girl. Even then, she wanted to do two things. She wanted to wear pretty shoes and she wanted to ski and be good at it. She talked about working in a diner so that she can pay her bills. Her mother was poor and her stepfather was very abusive. She had a lot of stories to talk about, but again, to summarize, despite these challenges, she went on to excel as an athlete, a scholar, a mother, and a businesswoman. She concluded her speech by saying, aim higher. Normal is overrated. One can be great without being normal. That takes guts, that takes challenge. Easy to go with the flow. Even as an electoral official, easy to go with what people say. But sometimes you have to stand up and take a position. And that's difficult. By making a conscious choice to be a part of an organization such as the Indian Press Club of North Texas, you are helping to protect an important part of our democracy, free press. Again, going back to what I said earlier, free press together with the free speech allow people to obtain information from a wide range of sources that are not dictated or restricted by the government, so that they can make decisions, develop opinions, and communicate their views to the government. Your efforts as the India Press Club of North Texas will help shape our world to be fair, just,
and equitable for the people of today and future generations. It's tough. You have a tough job, I believe that. I applaud your willingness to join together to serve your community as members of the media and to uphold the ideals that make this profession so important to our way of life. With this, I inaugurate the activities of the India Press Club of North Texas for the year 2022. Thank you once again. Thank you, Mr. George. Thanks for those advice, message, and encouraging words. Thanks again. Now, I would like to invite Mr. Sanjay Malayakal, former President, IPCNT, Press Club. Press Club in your Avaloganathinai, Sanjay Malayakal. Mr. Sanjay Malayakal. ഞാനൊരു ദീർഘവിവരം ഇന്ത്യക്ക് പോയിട്ട് വന്നതിന് ജസ്റ്റ് ലാഗ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഇറക്കിയാണെങ്കിൽ ആൽക്കഹോളിക് വിത്ഡ്രോൾ അല്ല. ആദ്യമായിട്ട് കുറച്ച് സമയം ഞാൻ നിങ്ങളോട് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നു. സുരേഷ് ഗോപി പറഞ്ഞ ഒരു 5-6 മിനിറ്റ് ഞാനും എടുക്കുക. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സ്കാറ്റേഡ് ആയിട്ട്. അത് തന്നെ പ്രസ് ക്ലബിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ അമേരിക്കൻ മലയാളികൾ നമ്മളാരും എൻ്റെ കാര്യം പറഞ്ഞു ഇവിടെ വരുമെന്നോ ഒരു ജോലി കിട്ടുമെന്നോ വീട് മേടിക്കുമെന്നോ ഭാര്യയെ കൊണ്ടുവരുമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുകയും വളരെ ഡീപ്പ് റൂട്ടിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്തു. അതിനുശേഷം എന്താ പള്ളികളുണ്ടായി, ഇന്ത്യൻ ഗ്രോസറി കടകളുണ്ട്, അമ്പലങ്ങളുണ്ടായി, പിന്നെയാണ് അസോസിയേഷൻസ് ഉണ്ടാകുന്നത്. അതായത് നോൺ റിലീജിയസ് ആയിട്ടുള്ള അസോസിയേഷൻസ് ഉണ്ടായി. അങ്ങനെ നമ്മുടെ 4th ജനറേഷൻ മലയാളികൾ നിൽക്കുകയാണ്. മലയാളികൾ ഒരുപാട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് പ്രസ് ക്ലബിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കണ്ടെടുക്കുന്നത്. ഈ 2 സൈസ് ലീഡേഴ്സിനാണ് ഞാനിവിടെ കാണുന്നത്. ഈ മലയാളികളുമായി ബന്ധപ്പെട്ട അസോസിയേഷൻസിലുള്ള ലീഡേഴ്സ്, അതായത് ഫോമ ഫൊക്കാന കേരള അസോസിയേഷനിലുള്ള ലീഡേഴ്സ്, ഒരാളെ പോലും ഞാൻ അമേരിക്കൻ പൊളിറ്റിക്സ് കാണാറില്ല. അന്ന് അമേരിക്കൻ പൊളിറ്റിക്സിലുള്ള ഒരാളെ പോലും ഞാൻ കേരള പൊളിറ്റിക്സ് കാണാറില്ല. അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. അത് തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ അവരുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കണം. സണ്ണിവേൽ മേയറെ കുറിച്ച് ഞാൻ 2 വാക്ക് എനിക്ക് ആദ്യം പറയണം. കാരണം നമ്മളൊന്ന് മനസ്സിലാക്കി. മസ്കീറ്റിൻ്റെ ഒരു ഭാഗമായിരുന്നു സണ്ണിവേൽ. വളരെ ചെറിയൊരു സിറ്റി അല്ലേ. ഞാൻ വരുമ്പോൾ സണ്ണിവേൽ വളരെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല, ചെറിയ സ്കൂൾ തുടങ്ങുന്നു, നാനോ ടെക്നോളജി തുടങ്ങുന്നു. സണ്ണിവേൽ ഗൂഗിൾ ചെയ്ത് ഞാൻ കാലിഫോർണിയയിലെ സണ്ണിവേലിലെ വരുള്ളായിരുന്നു. ഇപ്പോൾ സണ്ണിവേലിൽ താമസിക്കാൻ കൊതിക്കുകയാണ്. സണ്ണിവേലിലാണ് താമസിക്കുന്നത്, പ്രൗഡോടുകൂടിയാണ് താമസിക്കുന്നത്. അതായത് ഫെറാറി ഓടിക്കുന്ന ഒരു ഇതില്ല. ഐ ലീവ് ഇൻ സണ്ണി. ഞാൻ മസ്കീറ്റിന്റെ ബോർഡറാണ് ഇപ്പോൾ സണ്ണിവേലാന്ന് പറയും. അപ്പോൾ സണ്ണിവേലിനെ അത്രയും അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു മലയാളിക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അഭിമാനം കൊള്ളണം. അത് വളരെ സിമ്പിളായിട്ടൊരു മലയാളം. അപ്പോൾ ഇവിടെയാണ് ഈ പത്രപ്രവർത്തനത്തിൻ്റെ ഇത് വരുന്നത്. ഞാൻ ഒരുപാട് കാട് കയറിയാണ് പറയാൻ പോകുന്നത്. അത് കാരണം പോയിന്റ്സ് പറയാൻ വേണ്ടിയാണ്. പലർക്കും ഒരു ധാരണയുണ്ട് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഏഷ്യാനെറ്റോ ഒരു ഫ്ലവേഴ്സ് ടിവിയോ ഒന്നുമില്ല. അതൊക്കെ തീർന്നു. ആ കാലഘട്ടം പോയി. ഇപ്പൊ സിറ്റിസൺ ജേർണലിസ്റ്റ് ആണ്. ഇപ്പം അതൊരു കാലഘട്ടത്തിൽ നമ്മളതിന് പുറകിൽ നിന്ന് ചിലരതിനകത്ത് പണിക്കാരാണ്. ഇപ്പോൾ ചില ജോലിക്കാരാണ്. ഇപ്പൊ നമ്മളൊന്നും നമ്മളെല്ലാം വി ആർ ഓൾ സിറ്റിസൺ ജേർണലിസ്റ്റ്. അത് എല്ലാവരും പറയണം, എല്ലാവരും ഇൻവോൾവ് ചെയ്യണം. നമുക്ക് ചെയ്യാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ടെക്സസിന് ഒരു പ്രത്യേകതയാണ്. അതായത് ന്യൂയോർക്ക് എന്ന് പറയുന്നത് ട്രൈ സ്റ്റേറ്റ് ഏരിയയാണ്. അവിടുത്തെ ഒരു ഹബ്ബാണ്. ഷിക്കാഗോ എന്ന് പറയുമ്പോൾ 20 മൈൽ റേഡിയസ് ഉള്ളൂ. ഹൂസ്റ്റൺ അത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് ആരാ? പിന്നെ മാപ്പിൽ അറ്റ്ലാന്റ, ജോർജിയ, കാലിഫോർണിയ ഒന്നും നമ്മൾ പറയാറില്ല. ഫ്ലോറിഡ ചെറുതായി. നോർത്ത് ടെക്സസ് എന്ന് പറഞ്ഞാൽ ഇത് ഡാളസ് അല്ല, DFW ആണ്. ഡാളസ് ഫോർട്ട് വർത്താണ്. 2 സിറ്റി ഒന്നിച്ച് കിടക്കുന്ന സ്ഥലമാണ്. മാൻസ്ഫീൽഡിലും മിഡിലോത്തിലും താമസിക്കുന്ന മലയാളം നമുക്ക് അറിയില്ല. ഇവിടെ താമസിക്കുന്നത് അവരും അറിയില്ല. നമ്മൾ 20 ഒരിക്കൽ കാണുക പോലുമില്ല. ഇത്രയും വലിയ ടെറിട്ടറിയിലാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. നമ്മളെല്ലാവരും ഒത്തുപിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഏഷ്യാനെറ്റ് ഇവിടെ വന്ന സമയത്ത് ഞാൻ ഡാളസിലെ ന്യൂക്കമറായിരുന്നു. എന്നെ ആരും ഡാളസിൽ അറിയില്ല, എനിക്കും ഡാളസ് ആരും അറിയില്ല. നമ്മളിത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ചെന്ന് താരാസ് എന്ന് പറഞ്ഞ ഗ്രോസറി കടയാണ്. അയാളെന്നെ ചവിട്ടി പുറത്താക്കി. കാരണം അയാൾ നല്ല രീതിയിൽ ക്യാസറ്റ് വെച്ച് പോവുക. അയാളെ പരിപാടി പോകും. പിന്നെ ബിജ്ലിയൊക്കെയാണ് മുന്നോട്ട് വരികയും ഇത് രംഗത്തേക്ക് വന്നത്. ഇനി ഏഷ്യാനെറ്റ് എന്ത് ചെയ്ത് ഞങ്ങൾ ഡിഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ പണി തീർന്നു. മനസ്സിലായി? അതാണ് ചാനൽ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പം നമ്മളെന്ത് ചെയ്ത് ഒരു സ്റ്റുഡിയോ തുടങ്ങി കഴിയുമ്പോൾ ഒന്നും പണിയാനില്ല. അത് മരണം സംഭവിച്ച് നമുക്ക് കിട്ടുന്നില്ല. കാരണം മരണമൊക്കെ വളരെ ചില ആഴ്ചകൾ 2-3 മരണം ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഇല്ല മരണം. ആ മാനസികമായി പ്രകാശപ്പെട്ട് മനസ്സിലായില്ല. നിങ്ങൾ ചിരിക്കും. മനസ്സിലായി? പീപ്പിൾ ആർ ഡൈങ് ടു ഗെറ്റ് ഇൻ ദ ബിസിനസ് ആണ് സെമിത്രി എന്ന് പറയുന്നത്.
പിന്നെ അപ്പോൾ നമ്മൾ അതിൽ ഒരു റൗണ്ടപ്പ് തുടങ്ങാമെന്ന് വെച്ചാൽ നമ്മൾ റൗണ്ടപ്പ് തുടങ്ങി തർക്കമില്ലാതെ പോയി. ഇനി ഇവിടുന്നെല്ലാം മാറേണ്ട സമയമായിരിക്കും. കംപ്ലീറ്റ് നമ്മൾ ന്യൂ ജനറേഷൻ മാറേണ്ട സമയമായിരിക്കും. എങ്ങനെയാണ് നമ്മൾ മാറേണ്ടത്? നമ്മൾ മാറേണ്ട എൻ്റെ മനസ്സിലുള്ള സിറ്റുവേഷൻ വെച്ചാൽ വി ആർ ഓൾ സിറ്റിസൺ ജേർണലിസ്റ്റ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതെ. അങ്ങനെ ഇനി മുതൽ ഞാനതാണ്, ഞാനിതാണ്, ഞാൻ ആ മുതിർന്ന മാധ്യമ പ്രവർത്തനമാണ്, അത് പറയുന്നതിന് തെറ്റാണെന്നാണ് എൻ്റെ പോളിസി. വി ആർ ഓൾ സിറ്റിസൺ ജേർണലിസ്റ്റ്. ഈ ഗാജറ്റിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സുനയിലാണ് നമ്മുടെ പരിപാടികളെല്ലാം ഓടുന്നത്. ഇതെങ്ങാനും ഒരു അരമണിക്കൂറിന് കാണാതായി കാണാപ്പോൾ നമ്മുടെ ടെൻഷൻ, ബ്ലഡ് പ്രഷർ, എനിക്ക് കൂടി ആ പ്രശ്നമോ മനസ്സിലായോ? പെണ്ണുമ്പളെ കാണാതായിരുന്നപ്പോൾ ഇത്ര പ്രശ്നമില്ല, 2 ദിവസമായി. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മളിവിടെ റീതിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മളെങ്ങനെ റീതിങ്ക് ചെയ്യേണ്ടത്? ഞാൻ മനസ്സിൽ കണ്ട റീതിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, നമ്മൾ ന്യൂസുകൾ അറിയിക്കണം, ന്യൂസുകൾ അറിയാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജിൽ ഞങ്ങൾ കണ്ട കുറച്ച് കാര്യങ്ങളില്ല. അന്ന് ഈ ഫോൺ സ്ക്രാച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നൊരു കാലമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു ഇന്ത്യൻ ഫോൺ ഞങ്ങൾ കൊണ്ടുവന്നാണ് അന്ന് ഫോൺ ഇവിടെ ഇന്ത്യൻ കേരളത്തിൽ. അപ്പോൾ തന്നെ അതിന് ഹൈയാർക്കിയായി, ഡയറക്ടറായി, മാനേജറായി, അസിസ്റ്റന്റ് ഡയറക്ടറായി, പ്രസിഡന്റായി, വൈസ് പ്രസിഡന്റായി സംഗതി കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഇവിടെ പള്ളികളിലെല്ലാം സെക്യൂറാണ്. നമ്മൾ 150 ഫാമിലി വിചാരിച്ചു കഴിഞ്ഞാൽ 25 ടൊയോട്ട കാർ ഒന്നിച്ച് മേടിക്കുന്ന നമുക്ക് എന്ത് വരും? ടൊയോട്ടയിൽ പറയാൻ 25 കാർ വേണം. എത്ര പിള്ളേരെ ഒരേ സമയം ഗ്രാജുവേറ്റ് ചെയ്യുന്നു? ഞാനൊരു ചെറിയൊരു എക്കണോമിക് സിറ്റുവേഷൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് പോയിന്റ്സ് പറയാം. നമ്മൾ ഭാരവാഹികളായിട്ട് പിന്നീട് ഒന്ന് ആലോചിച്ചിട്ട് പറയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമം വെച്ചൊരു മീഡിയമാണ്. അല്ലാതെ ഏഷ്യാനെറ്റ്, കൈരളി ഇതൊന്നുമല്ല. അതൊക്കെ തീർന്നു. അതൊക്കെ ആൻറ്റി പീസുകളാണ്. അപ്പോൾ ഏഷ്യാനെറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര കാലമായി? ഞാൻ കണ്ടിട്ട് തന്നെ 3-4 മാസമായി. അങ്ങനെ ഒരു ചാനൽ ഉണ്ടോ എന്ന് നമുക്ക് അറിയുന്നില്ല. വേറെ നമ്മൾ യൂട്യൂബിൽ നോക്കും. അവിടെ ആരാ ഇപ്പോൾ ഉദ്ഘാടന തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ എല്ലാവരും കിടന്ന് ടെൻഷൻ അടിക്കണ്ട. ആരെങ്കിലും ജയിക്കും, നമുക്കെന്താ? ഹൂ കേഴ്സ്? നമ്മൾ ഇന്നല്ല ഞാൻ പറഞ്ഞു, ഞാൻ സോറി അബൌട്ട് ദാറ്റ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ വേണം. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യം നമ്മുടെ നെറ്റ്വർക്കിൽ നമ്മൾ സെക്യൂർഡ് അല്ലാതെ നമുക്കൊരു വൈഡ് റേഞ്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഈ സംയുക്ത മനസ്സിൽ മാറ്റിക്കൊണ്ട്, അതായത് ഞാൻ വലുത് നീ ചെറുതെന്നുള്ള മനസ്സിൽ മാറ്റിക്കൊണ്ട്, ഈ ഡയറക്ടറൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് സിറ്റിസൺ ജേർണലിസ്റ്റിലേക്ക് വരണം. അതുപോലെ അവിടെ നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ സൈസ് പറഞ്ഞ പോലെ 4th എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ 4th ജനറേഷൻ നിൽക്കുകയാണ്. എൻ്റെ ഫാദറോടെ ഉണ്ടായിരുന്നു, ഞാൻ, എൻ്റെ മകനുണ്ട്, എൻ്റെ കൊച്ചുമോനക്ക് 6 വയസ്സായി, അല്ലേ? എനിക്ക് 62 വയസ്സുമായി. അപ്പോൾ നമ്മൾ 4th ജനറേഷൻ നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ ഇനി ചെയ്യേണ്ട പുറത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാ ആളുകളെയും ഗ്രൂപ്പിൽ കൊണ്ടുവരണം. അതിനകത്ത് മെമ്പറാകുക എന്നുള്ളതല്ല. ഇതിനകത്ത് യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളോ ഇല്ല, യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റോ ഇല്ല. ഒരു നാളെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് എൻ്റെ നെറ്റ്വർക്ക് അല്ലേ, ബെന്നിക്ക് വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഇത് രണ്ടും ഒന്ന് കണക്ട് ചെയ്ത് ആ നെറ്റ്വർക്ക് എന്ത് വലുതായി? നാളെ ഒരു ആവശ്യം വരുവാണെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. നമ്മൾ ഇത്രയും പേര് തന്നെ കണക്ട് ചെയ്ത് എന്ത് വലിയ നെറ്റ്വർക്കാവും. അപ്പം ഇതിനെ വേറെ രീതിയിൽ ചിന്തിച്ചുകൊണ്ട്, അല്ലാതെ ഒരു പത്രവാർത്തയ്ക്ക് വേണ്ടിയോ, ഒരു മരണം അറിയിക്കുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഏഷ്യനെറ്റിൽ ന്യൂസ് വരുന്നതിന് വേണ്ടിയോ ഒരാളിരുന്നുകൊണ്ട് ഇങ്ങനെ ഒന്ന് വടിപോലെ വായിക്കുന്നതൊന്നും കാര്യമൊന്നുമില്ല ഇപ്പോൾ. കാരണം ആ കാലഘട്ടം കഴിഞ്ഞു. അതൊക്കെ ആൻറ്റിക്കായി. നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസോ ന്യൂസ് എന്താ സാറേ ന്യൂസ് എന്ന് ചോദിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പം നമ്മൾ ഒരു നല്ലൊരു ബ്രെയിൻ സ്ട്രോം ചെയ്തിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വി ക്യാൻ ഹാവ് എ വെരി ബിഗ് വിൻഡോ, വെരി ബിഗ് ഗ്രൗണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ലെറ്റ് us talk about citizen journalism. Now I invite Siju George, Honorable Mayor Saji George, മാധ്യമപ്രവർത്തകർ. 2006 ആരംഭിച്ച പ്രസ് ക്ലബ്ബ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് കേരള അസോസിയേഷൻ്റെ ഓഫീസിൽ വെച്ചാണ് ആദ്യമായിട്ട് ഈ സ്ഥാപിച്ചത്. ചുരുക്കം ചില ആൾക്കാർ 7 പേര് ഉൾപ്പെടെ ആരംഭിച്ചൊരു സംഘടനയാണ്. ആക്ച്വലി അതൊരു അസോസിയേഷൻ അല്ല, അതൊരു ചെറിയൊരു സ്മാൾ സംഘടന. ഈ പ്രസ് ക്ലബ്ബ് എന്ന് പറയുന്നത് ചിലർ ചിന്തിക്കുന്നതിൽ വലിയൊരു അസോസിയേഷൻ അങ്ങനെയുള്ള വലിയ ആൾക്കാർ കൂടുന്നൊരു പ്രസ്ഥാനമല്ല. ഇത് മാധ്യമമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു കൊച്ചു സംഘടന. പിന്നെ അതുമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റാൾക്കാരെ അതിന് ഉൾപ്പെടുത്തിയതിന് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകും. അതിൻ്റെ പല ഘട്ടങ്ങളിലും പല സമ്മേളനങ്ങളും ഓരോ 2 വർഷങ്ങളിൽ പല സ്റ്റേറ്റുകളിൽ വെച്ച് നടന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 2 വർഷം ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചാണ് നാഷണൽ ലെവലിൽ.
നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്രസ് ക്ലബ്ബ് കാഴ്ചവെക്കാറുണ്ട്. പിന്നെ നമ്മുടെ പ്രസ് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന നാട്ടിൽ പ്രയാസമൊക്കെ അനുഭവിക്കുന്നവർക്ക് പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യുക, അവരെ ജേർണലിസം പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പ്രസ് ക്ലബ്ബ് വഴി ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പുതിയ വർഷം പുതിയ ഭാരവാഹികൾ 2022-2023 പുതിയൊരു ഗ്രൂപ്പിനെയാണ് പ്രസിഡന്റ് സിജു ജോർജ് ഉൾപ്പെടെയുള്ള ടീം. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാഗങ്ങളും ഞാൻ നേരുന്നു. തുടർന്ന് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഇവിടെ ഉണ്ടെന്നുള്ള വിശ്വാസവും ഉറപ്പും ഞങ്ങൾ തരുന്നു. താങ്ക് യു. Now, for felicitation, I invite Kerala Association President, Mr. Petrus. Respected President CUV George, Sunnyvale Chief Guest Sunnyvale Mayor Saji George, and Vijay George, my friend, George Triangle Nurika, and everybody else who has gathered here for this occasion. Kerala Association എന്ന 40-45 വർഷം പ്രായമുള്ള ഒരു സംഘടനയെ റെപ്രസെൻ്റ് ചെയ്ത് ആശംസാ പ്രസംഗം നടത്തുക എന്നുള്ളതാണ് ഇതിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. സിജു, ഈ വേദിയിലിരിക്കുന്ന ആൾക്കാർ എല്ലാവരും കേരള അസോസിയേഷൻ ബന്ധപ്പെട്ടവരാണ്. എല്ലാവരും മെമ്പേഴ്സാണ്. വളരെ കാലങ്ങളായിട്ട് കേരള അസോസിയേഷൻ്റെ സംഘടന അംഗത്വമുള്ള മെമ്പേഴ്സാണ് എല്ലാവരും. സിജു ആണെങ്കിൽ പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് പത്രപ്രവർത്തകരുടെ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ആ ഫീൽഡിലുള്ള ഒരു കണക്ഷൻ കേരള അസോസിയേഷൻ അതുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ സിജു വി ജോർജിൽ നിന്ന് തന്നെ പറഞ്ഞാൽ സിജു വി ജോർജ് കേരള അസോസിയേഷൻ്റെ മുഖപത്രമായ കൈരളി മാഗസിൻ അവിടെ ഉണ്ട്. അത് ഇടതടവില്ലാതെ തുടർച്ചയായിട്ട് കേരള അസോസിയേഷൻ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാഗസിനാണ്. അതിൻ്റെ ഏതാണ്ട് 8-9 വർഷക്കാലത്ത് എഡിറ്ററായിരുന്നു സിജു വി ജോർജിനെ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേരള അസോസിയേഷന് വരാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും സിജു വി ജോർജിനോട് നന്ദിയുണ്ട്. സജി ജോർജ് എന്ന് പറഞ്ഞു നമ്മുടെ ഈ ഒരു ചെറിയ പ്രവിശ്യയെ വലിയ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയ അദ്ദേഹമാണ്. അദ്ദേഹം സന്നിവേൽ നമ്മുടെ സന്നിവേൽ മസ്കിൽ എന്നൊക്കെ പറഞ്ഞ കേരള അസോസിയേഷൻ്റെ ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള ഏരിയയാണ് കേരള അസോസിയേഷന്. അതിനുള്ള ഒരു അദ്ദേഹത്തിനോട് പ്രത്യേകിച്ചും നന്ദിയും കണക്ഷനും ഉണ്ട്. പിന്നെ വിജിലിയുടെ കാര്യം പറയുകയാണെങ്കിൽ 25 വർഷം കേരള അസോസിയേഷൻ ആഘോഷിച്ചപ്പോൾ അതിന് ഒരു സൂനിയർ ഇറങ്ങി. ആ സൂനിയറിലേക്ക് പല സ്ഥാനങ്ങളിൽ ഇവരെല്ലാം ഇരുന്നിട്ടുണ്ട്. ഞാൻ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരുടെ കേരള അസോസിയേഷനുകളുടെ കണക്ഷനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വിജിലയായിരുന്നു അതിലെഴുതുന്നത്. ആ സൂനിയർ വളരെ മനോഹരമായ സൂനിയറായിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഇവരുടെ എല്ലാം ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പിന്നെ മറ്റുള്ളവരെ നോക്കുകയാണെങ്കിൽ സണ്ണി സാറാണെങ്കിലും പി ചെറിയൻ സാറാണെങ്കിലും എല്ലാവരും തന്നെയാണെങ്കിലും എല്ലാ ആൾക്കാരും വളരെ വീനു അനൂപ അവരെല്ലാം ഇപ്പം കമ്മിറ്റിയിലുള്ളവരാണ്. കേരള അസോസിയേഷൻ്റെ എല്ലാവർക്കും അവരുടെ സാന്നിധ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ ഈ സംഘടന എന്ന് പറയുന്നത് ന്യൂസ് എന്ന് പറയുന്നത് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 4 ദിക്കുകളും അതിനകത്ത് വരുന്നത്. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, സൗത്ത് ന്യൂസ്. അപ്പോൾ എല്ലാ ദിക്കുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന അതാണ് വിവരം എന്ന് പറയുന്നത്. ആ സംഭവം അത് ജനങ്ങളിൽ എത്തിക്കുന്ന ചുമതലയാണ് മാധ്യമപ്രവർത്തകർക്കുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ ആൾക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഒരു സംഘടനയാണെങ്കിൽ പോലും ഇവരെല്ലാം പറഞ്ഞ പോലെ നേരത്തെ സംസാരിച്ചെല്ലാം പറഞ്ഞ പോലെ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ കൂടുതൽ അമേരിക്കൻ പത്രപ്രവർത്തകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ തിരിച്ച് അവരുടെ ഫീൽഡുകളിൽ ഇടപെട്ടുകൊണ്ട് ഒരു പത്രപ്രവർത്തന രീതിയാണ് നാം എല്ലാം പ്രതീക്ഷിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞു സിറ്റിസൺ ജേർണലിസമാണ് ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത്. മറ്റെല്ലാമായി 3 തരത്തിലുള്ള മാധ്യമങ്ങളുണ്ട്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ,
അച്ചടി മാധ്യമം, പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയ. ഇതെല്ലാം ഇതിൽ നിന്ന് സോഷ്യൽ മീഡിയയൊക്കെ ഒരു മേൽക്കോയ്മ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നു. അതാണ് സാർ പറഞ്ഞത്. ബുക്ക് നമ്മുടെ ഫോണാണ് നമ്മുടെ വിവരങ്ങൾ നമ്മൾ എത്തിക്കുന്നത് എല്ലാം ചെയ്തത്. അപ്പോൾ സിറ്റിസൺ ജേർണലിസം എന്ന് പറയുമ്പോൾ എല്ലാവരും ആ ജേർണലിസ്റ്റിൻ്റെ ഉത്തരവാദിത്വം ഉള്ളവരാണ്. അതായത് വിവരങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ ഒരു തരത്തിൽ ഒരു ജേർണലിസ്റ്റ് സ്വഭാവമാണ് ചെയ്യുന്നത്. നമ്മളാരും ഇവിടെയുള്ളവരാരും ഒഫീഷ്യലായിട്ട് ജേർണലിസം പഠിച്ചവരാണോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും സിറ്റിസൺ ജേർണലിസ്റ്റാണ്. നമ്മുടെ ഈ അസോസിയേഷൻ, ഈ സംഘടന എന്ന് പറയുന്നത് ഒരു സിറ്റിസൺ ജേർണലിസ്റ്റ് അസോസിയേഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ വളരെ നീതിപൂർവമായും നിഷ്പക്ഷമായും ക്ലാരിറ്റിയോടുകൂടി തുടർന്ന് ജേർണലിസം ചെയ്യാൻ, അതായത് വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എത്തിക്കാൻ ഇതിൻ്റെ അംഗങ്ങൾ കഴിയട്ടെ എന്നും ഈ ശക്തമായ നേതൃത്വത്തിന് ഈ സംഘടനയെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാനും എല്ലാ സപ്പോർട്ടും പ്രവർത്തന രീതിയും എല്ലാം ഉണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് കേരള അസോസിയേഷൻ്റെ പേരിലും ഇതിൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഒന്നുകൂടെ ആശംസകൾ നേരുന്നുണ്ട്. Thank you, Haridas, for that encouraging words and support from Kerala Association. Thank you. Now I invite Mrs. Arifa Sam, President KLS. Thank you, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യ പ്രസ് ക്ലബ് നോർത്ത് ടെക്സാസ് പ്രവർത്തന ഉദ്ഘാടന വേണ്ടി എനിക്ക് ഒരു അനുമോദനം അറിയിക്കുന്നതിന് ആശംസകൾ അറിയിക്കുന്നു. അവസരം തന്നതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട മേയർ ശ്രീ സജീവ് ജോർജ്, അധ്യക്ഷൻ സിജു ജോർജ്, അതുപോലെ പ്രസ് ക്ലബിൻ്റെ കാല സാരഥിയായ മറ്റ് ഭാരവാഹികൾ, സദസ്സിലിരിക്കുന്ന ബഹുമാനികളായ എല്ലാ വ്യക്തികളും, എനിക്കെല്ലാവരും നല്ല പരിചിതരാണ്. മജോറിറ്റി ഓഫ് ആൾക്കാരെ എനിക്ക് നല്ല മുഖപരിചയം അല്ലെങ്കിൽ സുഹൃത്ത് വലയത്തിലുള്ളവരായതുകൊണ്ട് തന്നെ ഔപചാരികത വിട്ട് സംസാരിക്കുക, അതാണ് ഇതിലേക്ക് പോകുന്ന ഒരു കാര്യം. ഞാൻ എന്തൊക്കെയോ ഓർഗനൈസ് ചെയ്തു തന്നു. പക്ഷെ നമ്മുടെ സണ്ണി മാളികൽ സാർ ഇവിടെ വന്ന് കാട് കയറി എന്ന ഡെസിഗ്നേഷനിൽ ഒരു പ്രസംഗം നടത്തി. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലെ ഞാൻ എന്തൊക്കെ ഓർഗനൈസ് ചെയ്തുകൊണ്ടുവന്ന് അതൊക്കെ മറന്നുപോയി. പക്ഷെ ഒരൊറ്റ സെൻറ്റൻസിൽ വല്ലാതെ കുടുങ്ങി കിടക്കുകയാണ്. അതായത് അതൊരു ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ മലയാളികൾ എപ്പോഴും നമ്മൾ നിൽക്കുന്ന ആ ഒരു സർക്കിളിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വഭാവമാണ്. അപ്പോൾ സണ്ണിസാറിൻ്റെ പ്രസംഗത്തിലെ പ്രധാനമായി എനിക്ക് മനസ്സിലായത് നമ്മളെ തന്നെ വൈഡൻ ചെയ്ത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന അമേരിക്കൻ പ്രവാസ ലോകത്തിലെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ആഗോളവൽക്കരണത്തിൻ്റെ ഈ ഒരു കാലത്തിൽ നമ്മുടെ ചിന്താഗതികൾ നമ്മുടെ സമൂഹത്തെ എങ്ങനെ വൈഡൻ ചെയ്യാം എന്നുള്ളതിനെ ആശ്രമിക്കുകയാണ് സാറ്. കാട് കയറി എന്ന് പറഞ്ഞാലും അതിനെ നെഞ്ചി നിക്ഷേപിച്ച ഒരേ ഒരു ഉള്ളതാണ്. അത് നമ്മൾ സാധ്യമാക്കുന്നതിന് മാധ്യമപ്രവർത്തകരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് ഈ ഒരു ചെറുതെങ്കിലും വളരെ ശക്തമായ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ നിന്നും മനസ്സിലാവും. ഞാനിവിടെ കേരള ലിറ്റററി സൊസൈറ്റിയെ റെപ്രസെൻറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. കേരള ലിറ്റററി സൊസൈറ്റി നിങ്ങൾക്കറിയാം ഒരു പബ്ലിക് അസോസിയേഷൻ അല്ല, കുറച്ച് സാഹിത്യ തൽപരരായ ആളുകളുടെ ഒരു സംഘടനയാണ്. നമുക്കറിയാം സാഹിത്യം എന്ന് ചിന്തിക്കും. സാഹിത്യവും മാധ്യമ പ്രവർത്തനവും നമ്മൾ ഒരു സാമൂഹിക തലത്തിൽ അല്ലെങ്കിൽ ഒരു ബൗദ്ധിക തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരേ ധർമ്മം നിർവഹിക്കുന്ന എന്നാൽ സമാന്തരമായി പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. എൻ്റെ ചിന്തയിൽ വന്ന കാര്യം, നമ്മൾ മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ അതൊരു സത്യസന്ധതയാണ് നമ്മൾ കൂടുതൽ, അല്ലെങ്കിൽ വസ്തുതകളാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത്. അവിടെ നമ്മുടെ ഭാവനയോ ചിന്തയ്ക്കോ അല്ലെങ്കിൽ കാൽപ്പനിക തലത്തിനോ ഒന്നും സാധ്യതകളില്ല. അതേസമയത്ത് സാഹിത്യം നമ്മുടെ സമൂഹത്തിൽ കാണുന്ന, നമ്മുടെ കൺമുൻപിൽ കാണുന്ന കാഴ്ചകളോടൊപ്പം നമ്മുടെ ഭാവനയും ചേർത്ത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും സാമൂഹിക പ്രവർത്തനം തന്നെയാണ്. രണ്ടും ലിങ്ക് ചെയ്ത് സമാന്തരമായി മാനവികതയിലേക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ നന്മയിലേക്ക് നയിക്കുന്ന രണ്ട് സമാന്തരമായി പോകുന്ന രണ്ട് ഘടകങ്ങളാണ്. ഇതാണ് സാഹിത്യവും മാധ്യമ പ്രവർത്തനവും തമ്മിൽ ലിങ്ക്. അതുകൊണ്ടായിരിക്കണം സാഹിത്യ എഴുത്തുകാരിയൊന്നും അല്ലെങ്കിലും സാഹിത്യ രംഗത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ മാധ്യമ സർക്കിളിലേക്ക് നിങ്ങൾ സ്നേഹത്തോടെ ക്ഷണിച്ചത് ഞാൻ കരുതുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ
എത്ര ആളുകളുണ്ട് എന്നുള്ളത്. ഏതൊരു സമൂഹവും ഏതൊരു സംഘടനകളും ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ അനുമാനിക്കേണ്ട ഒരു കാര്യം മനുഷ്യൻ്റെ സാമൂഹിക ബോധം കൂടുതൽ ഉണ്ടാകുന്നു എന്നുള്ളത്. കൂടുതൽ സംഘടനകൾ വരട്ടെ, അത് നമുക്ക് നമ്മുടെ സാമൂഹിക പ്രവർത്തനത്തിന് പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുകയും പുതിയ പുതിയ മതിൽക്കെട്ടുകൾ മാറി പുതിയ പുതിയ വളർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വലിയ ആൾക്കൂട്ടമൊന്നുമില്ല എങ്കിലും നിങ്ങളിൽ ഓരോരുത്തരെയും എനിക്കറിയാം. വ്യക്തിപരമായി എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് സിജു ബി ജോർജ് പ്രസിഡന്റ്, ഞങ്ങളുടെ ഒപ്പം കേരള ലിറ്റററി സൊസൈറ്റിയിൽ കഴിഞ്ഞ വർഷം മീനു സിജു, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഹരിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. നമുക്കറിയാം കാർക്കശ്യ സ്വഭാവത്തോടെ ആണെങ്കിലും കാര്യം നേടുന്നത് വരെയുള്ള സിജുവിൻ്റെ ഒരു എന്താ പറയുക ധൈര്യവും അല്ലെങ്കിൽ ഒരു പ്രവർത്തന ഉത്സാഹവും ഒക്കെ ഈ മാധ്യമ രംഗത്ത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അതുപോലെ അഞ്ചു എനിക്കറിയാം, ബെന്നി, എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രവർത്തനം ഇതുപോലെ തന്നെ നമ്മുടെ മലയാളി സമൂഹത്തിന് നമ്മൾ കാണാതെ നിൽക്കുന്നത് വാർത്തകൾ സാഹിത്യം എഴുതുന്ന ഒരാൾ അത് അയലിലേക്ക് അയാളുടെ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങളിലൂടെ അയലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് വാർത്തയാകുന്നില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു കഠിനമായ ഒരു പ്രയത്നം നിങ്ങളിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ വാർത്തകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ കാണാതെ കിടക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അല്ലേ? സാമൂഹികമായിട്ട്, സാമ്പത്തികമായി, ഇപ്പോൾ പിന്നെ പൊളിറ്റിക്കൽ, കുടുംബങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മുൻപിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ശ്രീ സജി ജോർജിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള ഒരു സ്ഥാനം മാധ്യമത്തിന് കിട്ടുക എന്ന് പറയുന്നത് വെറുതെ ഇല്ല. സമൂഹത്തിൽ മനുഷ്യൻ്റെ രാഷ്ട്രീയത്തിൽ, മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ മാധ്യമത്തിനുള്ള ഒരു ഇൻഫ്ലുവൻസ് മാത്രമല്ല, ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ ഒരു നിയന്ത്രിക്കുവാനുള്ള ഒരു കപ്പാസിറ്റി, അതുകൊണ്ടാണ് നമ്മൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന രീതിയിൽ മാധ്യമത്തെ കാണുന്നത്. മാധ്യമ പ്രവർത്തനം എന്നത് വളരെ ഉത്തരവാദിത്തമുള്ള എന്നാൽ പൊതു നന്മയിലേക്ക് മനുഷ്യൻ്റെ നന്മയിലേക്ക് നയിക്കുവാൻ സാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് സാമൂഹിക ജീവിതത്തിൽ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏതൊക്കെ ടൈപ്പ് മാധ്യമങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ നമ്മൾ പോസ്റ്റ് ട്രൂത്ത് എറായി നിൽക്കുന്നു, സത്യാനന്തര കാലത്ത് നിൽക്കുന്നു എന്ന് പറയുന്നു. സത്യത്തിന് വിലയില്ലാതെ ആയി പോകുന്ന, അല്ലെങ്കിൽ സത്യമുണ്ടോ വസ്തുതകൾ പോലും ഇല്ലാതെ ആയി പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ വളരെയധികം വിമർശിക്കപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് മാധ്യമ മേഖല. നമ്മളുടെ അതിനൊരു കാരണം നമ്മുടെ ടൈപ്പ് ഓഫ് മീഡിയാസിനെ പറ്റി ശരിക്കും പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു. ഇപ്പോൾ എഡിറ്റിംഗ് സാധ്യമായ മീഡിയകളുണ്ട്, പ്രിന്റഡ് മീഡിയ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ, ഇതിൻ്റെയൊക്കെ എഡിറ്റിങ്ങോട് കൂടിയാണ് നമ്മളുടെ കയ്യിലിരിക്കുന്നത്. എന്നാൽ എഡിറ്റിംഗ് ഒന്നുമില്ലാതെ സോഷ്യൽ മീഡിയകളിലൂടെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ നല്ല വശവും ചീത്ത വശവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കാലം വരുത്തിയ ഈ മാറ്റത്തിൽ നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തനവും മാധ്യമപ്രവർത്തകരും വിമർശിക്കപ്പെടുന്നത് നമുക്കറിയാം. കാലത്തിൻ്റെ ഒരു മാറ്റമാണ്. പക്ഷേ അത് മാധ്യമത്തിന് അവരുടെ പ്രവർത്തനങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന നന്മകളെ, നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സാമൂഹിക പ്രവർത്തനങ്ങളെ ഒന്നും പിന്നിലേക്ക് പോകുവാൻ അനുവദിക്കാതെ അത് നല്ല സാരഥികളായി നിന്നുകൊണ്ട് നമ്മുടെ മലയാളി സമൂഹത്തിന് വേണ്ടി മാത്രമല്ല നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്ത് ഇവിടെയുള്ള ഈ അമേരിക്കൻ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി മാറ്റുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ ഒരു ദശകത്തിന് മേലെ സ്ഥാപിതമായതാണ് നമ്മളുടെ പ്രസ് ക്ലബ് എന്ന് ബുദ്ധി പറഞ്ഞു. അങ്ങനെ ഉള്ള പ്രസ് ക്ലബിൻ്റെ ഈ 2022 പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന ഈ ദിവസം ഇതിലെ ഓരോ സാരഥികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കേരള ലിറ്റററി സൊസൈറ്റിയുടെ പ്രസിഡന്റായിരിക്കുന്നത് നൽകിയ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു കേട്ടോ, അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ 2 സ്ത്രീകളെ പ്രത്യേകം പറയുക, 2 സ്ത്രീകളെ നിങ്ങൾ ഇതിൻ്റെ മുൻനിരയിലേക്ക് എടുത്തതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർ സ്ത്രീകളെ നമ്മളുടെ സമൂഹത്തിൽ ഇത്രയും നമ്മൾ പുരോഗമനം പറയുമെന്ന് പറഞ്ഞാലും സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരിക എന്ന് പറഞ്ഞ് ഇന്നും വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ അങ്ങനെ 2 സ്ത്രീകളെ നിങ്ങളുടെ ഈ കമ്മിറ്റിയിലേക്ക് വയ്ക്കുകയും അവരുടെ കൂടെ സാന്നിധ്യവും അവരുടെ കൂടെ പ്രവർത്തന ഉത്സാഹവും അവരുടെ അഭിപ്രായങ്ങളെ കൂടെ മാനിച്ചുകൊണ്ട് ഈ സംഘടന മുൻപോട്ട് പോകുമെന്ന് കരുതുന്നു. ഒരു മറുപടി ഉണ്ട്. അഞ്ചു അനുഭവം പറഞ്ഞൊരു മറുപടി ഉണ്ട്.
സ്ത്രീകള് ആണുങ്ങളും നമ്മൾ രണ്ടും ഈക്വൽ അല്ല. നിങ്ങൾ ഒരുപാട് മുകളിൽ. രണ്ടാമത്തെ പ്രശ്നം വെച്ചാൽ അമേരിക്കൻ മലയാളികളുടെ ബാക്ക് ബോണാണ് നിങ്ങൾ. നിങ്ങളില്ലേ, ഞങ്ങളില്ല, സീറോ ആണ്. പിന്നെ നിങ്ങളുടെ തിരക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് വരാതെ ഞങ്ങൾക്കറിയാം. ഇപ്പൊ എന്റെ ഭാര്യ ഉൾപ്പെടെ അത് നമുക്ക് ഡിബേറ്റിന് വെക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ ഒരുപാട് മുകളിലുണ്ടോ? താങ്ക് യു ഒരുപാട് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകൾക്കും വളരെ മുൻനിരത്തിൽ നിൽക്കുന്ന ഒരു കഴിവിനെയും അഭിനന്ദിക്കുന്നു. ഇനിയും കൂടുതൽ ഭംഗിയായിട്ട് സേവനം ചെയ്യുവാനാണ് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സമയത്ത് I invite Mr. T.C. Cheerful for presentation. പറയണം. ഞങ്ങളുടെ എന്നും ഞങ്ങളുടെ പ്രസിഡന്റാണ്. ഈ ബിജലി പറഞ്ഞ മാതിരി 2006 നമ്മുടെ ഈ പരിപാടിയൊക്കെ തുടങ്ങിയതിന് ശേഷം സമീപകാലത്തിലെ ബിജലി ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഏഷ്യാനെറ്റിൽ പ്രവർത്തിക്കാൻ പറ്റി. അന്ന് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ US വീക്കിലി റൗണ്ട് അപ്പിൻ്റെ ന്യൂസ് റിപ്പോർട്ടറായിരുന്നു. എന്നും വരും. എവിടുന്ന് ലാസ്റ്റ് ഓർഡിനൻസിലൂടെ എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം വരും. നല്ല ഗുണമുണ്ടാവും. തന്നെ വെറുതെ സമയം വേസ്റ്റ് ആക്കാം. അത് കരുതിയിട്ട് ഇത് കിട്ടി. എന്താ നമ്മുടെ ജയിക്കുന്നത്, അത് നമ്മുടെ ഭാഗ്യം തന്നെ ആർക്കും കൂട്ടിപ്പോയി. ജയിക്കുന്നില്ല. ഓക്കെ, അതാ പറ്റും. ഫ്ലവേഴ്സിലെ ഞാനിപ്പോൾ ഡയറക്ടറാണ്. ഫ്ലവേഴ്സ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഫ്ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലാതെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ആവശ്യങ്ങളും എന്നെ ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും എന്നെ അറിയാം. അപ്പം വന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, Jain. Now I invite Mrs. Meenu Elizabeth, Joint Secretary for Board of Friends. മീന് മുന്നോട്ട് വരുന്നുണ്ട്. നമ്മുടെ സമാന്തര സംഘടനകളുടെ അനേക ആൾക്കാർ അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ നമ്മളെ വിളിച്ച് നമ്മുടെ സംഘടനയ്ക്ക് പിന്നെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ആ പേരുകൾ മാത്രം ഞങ്ങൾ വായിക്കുകയാണ്. IAPC നാഷണൽ ബോർഡ് വൈസ് ചെയർപേഴ്സൺ മീന ചിത്രപ്പള്ളി നമ്മുടെ സംഘടനയ്ക്ക് ആശംസ അറിയിച്ചിരിക്കുന്നു. അതുപോലെ നമ്മുടെ മാധ്യമപ്രവർത്തകരായ ജോർജ് കാക്കനാട്, മൊയ്തീൻ പുതുച്ചിറ, ഫ്രാൻസിസ് എടത്തിൽ, ഇവര് 3 പേരും നമ്മുടെ സംഘടനയ്ക്ക് എല്ലാ ആശംസകളും അറിയിച്ചിരിക്കുന്നു. അവരോട് നന്ദി അറിയിക്കുന്നു. ഷാജു, സംഗമൻ ന്യൂസ് പേപ്പറിന്റെ ഷാജു എല്ലാവിധ മംഗളാശംസകൾ അറിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തോട് നന്ദി അറിയിക്കുന്നു. അനിൽ ആറന്മുള, ഒരു മാധ്യമപ്രവർത്തകൻ അനിൽ ആറന്മുള, അദ്ദേഹത്തിന്റെ ആശംസ അറിയിക്കുന്നു. അദ്ദേഹത്തോട് നന്ദി അറിയിക്കുന്നു. പത്രപ്രവർത്തകരായ ബിനോയ് സെബാസ്റ്റ്യൻ, രാജു തരകൻ, വിൽസൺ തരകൻ, ജോസിൻ ജോർജ് എന്നിവരും നമ്മുടെ സംഘടനയ്ക്ക് അവരുടെ ആശംസ അറിയിച്ചിരിക്കുന്നു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഇവിടെ നമ്മുടെ അംഗങ്ങളായിട്ട് വരാതിട്ടുള്ള മാർട്ടിൻ വിലങ്ങൂരില്, അനശ്വർ മാപ്പിളിൽ, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അവരും നമ്മുടെ സംഘടനയോട് തുറന്ന് പ്രവർത്തിക്കാനുള്ള ആഗ്രഹങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരെയും നമ്മുടെ സ്വാഗതവും നന്ദിയും അവരെ അറിയിക്കുന്നു. വീണ്ടും ടെക്സസിൻ്റെ ഉദ്ഘാടന സമ്മേളനം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാവർക്കും IPCNTയുടെ നാമത്തിൽ അഗൈതവമായ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ഈ സമ്മേളനത്തിൽ ഗസ്റ്റ് സ്പീക്കറായി എത്തി സത്യവയിൽ മേയർ ശ്രീ സജി ജോർജ്. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഡാളസുകാരുടെ മാത്രമല്ല അമേരിക്കൻ മലയാളികളുടെ ഒരു അഭിമാന സ്തംഭമാണ് മേയർ സജി ജോർജ്. ഞായറാഴ്ചകളിലെ അദ്ദേഹത്തിൻ്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ഈ സമയം അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയം തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന് ആശംസാ പ്രസംഗം അറിയിച്ച കേരള അസോസിയേഷൻ പ്രസിഡന്റ് ഹരിദാസ് തങ്കപ്പൻ, കേരള ലിറ്റററി സൊസൈറ്റി പ്രസിഡന്റ് അനുപാസാം, നമുക്ക് 2-3 പേരുടെയൊക്കെ ഉണ്ടായിരുന്നു ഫെലിസിറ്റേഷൻ ചെയ്യാൻ. ഷിജു ഇബ്രഹാം വടക്കമ്മന് വരാൻ സാധിച്ചില്ല. സൗഹൃദവേദി പ്രസിഡന്റ് എബിക്ക് വരാൻ സാധിച്ചില്ല. വന്നില്ലെങ്കിലും ഞങ്ങളുടെ നന്ദി. ഡാളസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നത് ഒരു വിജയകരമായ മീറ്റിംഗ് ആക്കി തീർന്നു.
കൊടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും, പലരും കുടുംബമായി വന്നിട്ടുണ്ട്, എല്ലാവരോടും നന്ദി പറഞ്ഞുകൊള്ളട്ടെ. കുടുംബക്കാർക്ക് നമ്മൾ നന്ദി പറയാനില്ല. അതുകൊണ്ട് നമ്മൾ IPCNTയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സെമി മാളിയേക്കൽ, ബിജിലി ജോർജ്, ദീപി ചെറിയാൻ, ഇവരുടെ എല്ലാം ഡയറക്ഷനിലാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. അതിന് പ്രത്യേകം നന്ദി. തീർച്ചയായിട്ടും നമ്മുടെ ഈ മീറ്റിങ്ങിന് മീഡിയ കവറേജ് ചെയ്യുന്നത് പ്രൊവിഷൻ TV ആണ്. താങ്ക് യു സോ മച്ച് പ്രസാദ് for Provision TV for things that we're doing it live, right? Live way. Thank you so much for that. അതുപോലെ നമുക്ക് ഈ ഹോള് നൽകിയ ഇന്ത്യ ഗാർഡൻ, അതിൻ്റെ ഓണർ, പിന്നെ നമ്മുടെ സ്പോൺസേഴ്സ്, ഇവർക്കെല്ലാം നന്ദി പറയുന്നു. ഉപദേശക സമിതിയിലും അണിയറയിലുമായി ധാരാളം പേരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോകുന്നത്. MC ചെയ്ത അഞ്ജു നമ്മൾ ഒരു ഫാമിലിയാണ്. So I'm not saying much. ഇവരെല്ലാം സിജുവിൻ്റെ നേതൃത്വത്തിൽ IPCNT അതീവ ശക്തമായി മുന്നോട്ട് പോട്ടെ. ഞങ്ങളുടെ എല്ലാം പിന്തുണ സിജുവിനുണ്ട്. സന്നിമാളിക്ക് സാർ പറഞ്ഞ പോലെ സിറ്റിസൺ ജേർണലിസം, നമുക്കതിന് മുൻതൂക്കം കൊടുത്ത് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാം. എല്ലാവരുടെയും സഹകരണം, പ്രോത്സാഹനവും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ആരും കടന്നു പോകരുത്. നമുക്ക് സ്നാക്സ് ഉണ്ട്, അതിനുശേഷം